മനുഷ്യനെന്ന മഹാ അത്ഭുതത്തെക്കുറിച്ചും ആത്മാവ് മനുഷ്യ ശരീരത്തിൽ പ്രവേശിച്ച ഒരു മനുഷ്യൻ തൻ്റെ രക്ഷിതാവുമായി ആത്മാക്കൾ ലോകത്ത് വെച്ച് ആത്മാവ് ചെയ്ത കരാറിനെ കുറിച്ചും നമ്മൾ പ്രതിപാദിച്ചു. ഇനി ഒരു ശബ്ദത്തിൽ ഈ ഒരു സംസാരത്തിൽ നമുക്ക് ചർച്ച ചെയ്യാനുള്ളത് ഭൂലോകത്തേക്ക് പിറന്നു വീണ മനുഷ്യ ശരീരത്തിൽ ഞാനും നിങ്ങളും ഉൾപ്പെടുന്ന ഈ ശരീരത്തിൽ നാം ആരാണെന്ന ചോദ്യത്തിന് ഉത്തരം കണ്ടെത്തുന്ന ഈ ഒരു വേദിയിൽ ഈ ഒരു ശരീരത്തിൽ ഉൾപ്പെട്ട നമ്മുടെ ആത്മാവ് അന്ന് ചെയ്ത ധർമ്മം ഭൂലോകത്ത് വെച്ച് നമുക്ക് ചെയ്യാനുള്ളത് എന്താ? അപ്പൊ ആത്മാക്കളുടെ ലോകത്ത് വെച്ച് അള്ളാഹു കരാർ ചെയ്തു എന്ന് പരിശുദ്ധമായ ഖുർആനിലെ സൂറത്തുൽ അഅറാഫ് 7-ാമത്തെ അധ്യായത്തിലെ 172-ാമത്തെ വാക്യം വിശദീകരിച്ചു. നമ്മൾ അന്ന് ചെയ്ത കരാർ, ആ കരാർ ഭൂലോകത്ത് വെച്ച് പുതുക്കുക എന്നുള്ളതാണ് ഒരു മനുഷ്യന്റെ ജീവിതത്തിന്റെ ലക്ഷ്യം. ഒരു മനുഷ്യ സൃഷ്ടിപ്പിന്റെ മനുഷ്യനെ സൃഷ്ടിച്ച സ്രഷ്ടാവ് ആ മനുഷ്യനിൽ നിന്ന് ലക്ഷ്യം വെക്കുന്ന അൾട്ടിമേറ്റ് ഗോൾ, ജീവിതത്തിന്റെ ലക്ഷ്യം, പ്രപഞ്ചനാഥനുമായി അവൻ ചെയ്ത ആത്മാക്കളുടെ അവന്റെ ശരീരം ഉൽപ്പത്തിയാവുന്നതിന് മുമ്പ് ആത്മാക്കളുടെ ലോകത്ത് വെച്ച് ചെയ്ത പരിശുദ്ധമായ ആ ഒരു വചനത്തിലുള്ള, ഒരു അസ്തിത്വത്തിലുള്ള, ഒരു സത്യത്തിലുള്ള ഒരു കരാർ, അത് മറന്നുപോയവൻ ഭൂലോകത്ത് വെച്ച് പുതുക്കുക എന്നുള്ളതാണ്. ഇവിടെ നമ്മളൊക്കെ ചിന്തിക്കേണ്ട ഒരു വിഷയമാണ്. നമ്മൾ ആ കരാർ പുതുക്കിയിട്ടുണ്ടോ? എന്താണ് ആ കരാർ? ജീവിത ലക്ഷ്യമായ കരാർ, ഒരു മനുഷ്യന്റെ ആത്യന്തിക മോചനത്തിലുള്ള മുദ്രാവാക്യമായ കരാർ, അത് പുതുക്കിയിട്ടുണ്ടോ? അപ്പൊ കരാർ ചെയ്ത മാറ്റർ എന്താണ്? അവിടെ സബ്ജക്റ്റ് ദൈവത്തിന്റെ അസ്തിത്വമാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ്, അലസ്തു ബി റബ്ബിക്കും ഖാലൂ ബലാ, ഞാനാണ് നിങ്ങളുടെ റബ്ബ്. നിങ്ങളുടെ അടക്കങ്ങളും മനക്കങ്ങളും ഗതികളും വിഗതികളും നിങ്ങളുടെ ശ്വാസങ്ങളും എല്ലാം നിയന്ത്രിക്കുന്ന റബ്ബ് ഞാനാണ്. ആ റബ്ബിനെ നീ അംഗീകരിക്കണം എന്ന പരിശുദ്ധമായ തൗഹീദിന്റെ അസ്തിത്വത്തിലുള്ള കരാറാണ് അവിടെ ചെയ്തത്. അത് ഭൂമിയിലേക്ക് വന്നപ്പോ, ശരീരമാകുന്ന വീടിലേക്ക് പ്രവേശിച്ചപ്പോ, ശരീരത്തിന്റെ ഇച്ഛകൾക്കും സ്വഭാവങ്ങൾക്കും അനുസരിച്ച് സഞ്ചാരം തുടങ്ങിയ മനുഷ്യൻ അത് മറന്നുപോയി. പക്ഷേ അള്ളാഹു കാരുണ്യക്കടലാണ്. അവനെ സൃഷ്ടിച്ച നാഥൻ കാരുണ്യത്തിന്റെ നിറകുടമാണ്. കാരണം അവന് വലിയൊരു ലക്ഷ്യമുണ്ടായിരുന്നു. അതുകൊണ്ടാണ് അവൻ പറഞ്ഞത് അൽ ഇൻസാനു സിർരി വഅനസു, മനുഷ്യൻ എന്റെ രഹസ്യമാണ്, ഞാൻ അവന്റെ രഹസ്യമാണ്. വിശ്വാസി തന്റെ റബ്ബിന്റെ കണ്ണാടിയാണ് എന്ന് മാത്രമല്ല, മറക്കപ്പെട്ട നിധിയായിരുന്നു ഞാൻ. എനിക്ക് എന്നെ തന്നെ ഒന്ന് കാണണമെന്നും ഒരു അനുരാഗം, ഒരു ഇഷ്ടം, ഒരു സ്നേഹത്തിൽ നിന്ന് ഉൽപ്പത്തിയായ സവിശേഷ സൃഷ്ടിയാണ് മനുഷ്യൻ. അള്ളാഹുവിന്റെ സ്നേഹത്തിൽ നിന്ന്, ദൈവത്തിന്റെ സ്നേഹത്തിൽ നിന്ന്, എന്താണ് അല്ലെ, ആ വലിയ ശക്തിയുടെ സ്നേഹത്തിൽ നിന്ന് ഉൽപ്പത്തിയാണ്. അള്ളാഹുവിനെ തന്നെ കാണും. അപ്പൊ അതുകൊണ്ടാണ് മനുഷ്യ സൃഷ്ടിപ്പിന്റെ അൾട്ടിമേറ്റ് ലക്ഷ്യം അള്ളാഹുമായി ചെയ്ത കരാർ, അള്ളാഹുവിനെ അറിയാനുള്ള കരാർ, അള്ളാഹുവിനെ തിരിച്ചറിയാനുള്ള കരാർ. ആ കരാർ ഭൂലോകത്ത് വെച്ച് പുതുക്കണം. കാരണം അവൻ അള്ളാഹു ആരാണെന്ന് മറന്നുപോയി, അവൻ ആരാണെന്നും മറന്നുപോയി. അവൻ ആരാണെന്നുള്ള മറവി അള്ളാഹുവിനെ മറക്കുന്നതിലേക്കും, അവൻ ആരാണെന്നുള്ള അറിവ് അള്ളാഹുവിനെ കുറിച്ചുള്ള അറിവിലേക്കും അവനെ നയിക്കും. അത് മറന്നുപോയവൻ. കാരുണ്യക്കടലായ റബ്ബ് ഒരു പ്രത്യേക വിഭാഗത്തെ തിരഞ്ഞെടുത്തു, അവന്റെ സ്വന്തക്കാരായ വിഭാഗത്തെ. അവർക്ക് അവനെ കുറിച്ചുള്ള അറിവ് നൽകി. അവൻ തന്നെ തിരഞ്ഞെടുക്കപ്പെട്ടു. അവനാൽ തിരഞ്ഞെടുക്കപ്പെട്ട വിഭാഗത്തിന്റെ ഡ്യൂട്ടി എന്താണ്? 1,25,000-ൽ പരം ആളുകൾ വന്നു. ഓരോ സമൂഹത്തിനും ഗോത്രത്തിനും എന്താ അവരുടെ ഡ്യൂട്ടി? ആത്മാക്കളുടെ ലോകത്ത് വെച്ച് ചെയ്തു പോയ കരാർ മറന്നുപോയ പാപപ്പെട്ട തന്റെ അടിമകൾക്ക് ഓർമ്മപ്പെടുത്തി കൊടുക്കുക എന്ന സുപ്രധാനമായ ദൗത്യമാണ്. അത് ഓരോ സമൂഹത്തിനും കടന്നു വന്നു. അവർ കടന്നു വരാത്ത ഗോത്രമില്ല, ഗ്രാമമില്ല, സമുദായമില്ല എന്ന് പടച്ച റബ്ബ് തന്നെ വിശുദ്ധ ഖുർആനിലൂടെ നമ്മൾ പഠിപ്പിച്ചു. നമ്മളിലേക്കും അങ്ങനെ കടന്നു വന്നു. അവസാനമായി ഈ പ്രവാചകന യോഗത്തിന്റെ അവസാനം കുറിച്ചവരാണ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. അവർ ചെയ്ത ഡ്യൂട്ടി ഇതാണ്. ലക്ഷോപലക്ഷം ആളുകൾക്ക് പരിശുദ്ധ തൗഹീദിൽ പടച്ച റബ്ബുമായി ആത്മാക്കളുടെ ലോകത്ത് വെച്ച് ചെയ്ത ഈ പരിശുദ്ധ കരാർ പുതുക്കി നൽകി, അവരുടെ ആത്മാവിനെ സ്ഫുടം ചെയ്തു നൽകി. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കപ്പെടേണ്ട ഒരു വചനമാണ് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഒരു വാക്ക്, അലാ ഇന്ന ഫീ ജസദ് ഇബ്നി ആദമ ലമുദ്ഗതൻ വഫിൽ മുദ്ഗതി ഖൽബുൻ വഫിൽ ഖൽബി റൂഹുൻ വഫി റൂഹി സിർറുൻ വഫി സിർറി നൂറുൻ വഫി നൂരി അന. മനുഷ്യ ശരീരത്തിൽ ഒരു മാംസകഷ്ണമുണ്ട്, ആ മാംസകഷ്ണത്തിൽ ഹൃദയമുണ്ട്. ഇതൊക്കെ ഓരോ വിശാലമായി സംസാരിക്കേണ്ട വിഷയമാണ്. അതിലേക്ക് ഞാൻ ഇപ്പോൾ പ്രവേശിക്കുന്നില്ല. ഹൃദയത്തെക്കുറിച്ച് തന്നെ, ഹൃദയത്തെക്കുറിച്ചും അതിന്റെ മറകളെക്കുറിച്ചും അതിന്റെ പ്രഭകളെക്കുറിച്ചും അതിന്റെ ഒളികളെക്കുറിച്ചും
അത് അള്ളാഹുവിന്റെ സിംഹാസനമാകുന്നതിനെ കുറിച്ച് നമുക്ക് സംസാരിക്കാനുണ്ട്. ഏതായാലും ആ സിംഹാസനത്തിൽ, ആ ഹൃദയത്തിൽ അള്ളാഹുവിന്റെ ആത്മാവുണ്ട്. ആത്മാവ് അല്ലെ? അപ്പൊ ആത്മാവിനെ വെച്ചത് എവിടെയാണ്? ഹൃദയത്തിലാണ്. ആ ആത്മാവിൽ എന്തുണ്ട്? പരമരഹസ്യമുണ്ട്. ഞാൻ അവന്റെ രഹസ്യവും അവൻ എന്റെ രഹസ്യമാണെന്ന് പറഞ്ഞ രഹസ്യം. ആ രഹസ്യത്തിൽ ജ്യോതിയുണ്ട്, ദിവ്യ ജ്യോതിയുണ്ട്. ആ ജ്യോതിയിൽ ഞാനുണ്ട്. അപ്പൊ മനുഷ്യനിൽ ഞാനുണ്ട് എന്ന് തന്നെയാണ് പടച്ച റബ്ബ് നമ്മെ പഠിപ്പിക്കുന്നത്. ഹബീബ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മൾ പഠിപ്പിച്ച ഈ വചനത്തിലൂടെ ഇത് കണ്ടെത്തലാണ്. അവൻ ആരാണ്? അതാണ് സ്വന്തത്തെ അറിഞ്ഞവൻ തന്റെ റബ്ബിനെ അറിഞ്ഞു എന്ന മഹൽ വചനത്തിന്റെ പൊരുൾ ഇതിലൂടെ നമുക്ക് വായിച്ചാൻ കഴിയും. എന്ന് മാത്രമല്ല, നമ്മുടെ ദൃഷ്ടാന്തങ്ങളെ ചക്രവാളങ്ങളിലെ പോലെ തന്നെ അവരുടെ ശരീരങ്ങളിലും നാം കാണിച്ചു കൊടുത്തു. അവർക്ക് അള്ളാഹുവാണ് ഹക്കെന്ന് ബോധ്യപ്പെടുന്നത് വരെ ശരീരങ്ങളിൽ നാം കാണിച്ചു കൊടുത്തു. ഈ ചെയ്ത കരാറ് മറന്നുപോയി. ഭൂലോകത്ത് വെച്ച് പ്രവാചകന്മാർ ചെന്നു ഈ കരാർ അവരെ ഓർമ്മപ്പെടുത്തി. ഏതാണ് ഈ ഓർമ്മപ്പെടുത്തൽ? പരിശുദ്ധ ഖുർആൻ ഒരുപാട് അധ്യായങ്ങളിലും പ്രവാചകന്മാരുടെ ചരിത്രങ്ങളിലെ ഒക്കെ നമുക്ക് ചിന്തിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ലോകത്തിന്റെ ഉൽപ്പത്തിയായ, പ്രപഞ്ചത്തിന്റെ രഹസ്യമായ ഭൂലോകത്തേക്ക് ഞാനും എന്റെ മുമ്പ് കഴിഞ്ഞുപോയ മുഴുവൻ പ്രവാചകന്മാരും പറഞ്ഞതിൽ വെച്ച് ഏറ്റവും സവിശേഷമായ, അതിശ്രേഷ്ഠമായ വചനം അത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന വചനമാണ്. അല്ലെ? നമ്മൾ സൂചിപ്പിച്ച പരിശുദ്ധ കെലിമയാണ് നമ്മൾ പഠിപ്പിച്ചു കൊടുത്തത്. കരാർ ചെയ്ത് മറന്നുപോയവർക്ക് ഈ പരിശുദ്ധ കെലിമയുടെ അധ്യാപനത്തിലൂടെ, അതിന്റെ ജ്ഞാന കൈമാറ്റത്തിലൂടെ, അതിലൂടെ കരാർ പുതുക്കലിലൂടെ അള്ളാഹുമായി ചെയ്ത കരാർ പുതുക്കി നൽകുക എന്നുള്ളതാണ് മനുഷ്യ സൃഷ്ടിപ്പിന്റെ ലക്ഷ്യം. ഇതാണ് ഈ ഭൂലോകത്ത് വെച്ച് 1.25 ലക്ഷം പ്രവാചകന്മാർ നിർവഹിച്ചത്. ആ ആത്മാവ്, അന്ന് കരാർ ചെയ്ത ആത്മാവ് നമ്മുടെ ശരീരത്തിൽ നിലകൊള്ളുന്ന ആത്മാവ്, നമ്മുടെ ശരീരത്തിൽ ആത്മാവുണ്ട്. അപ്പൊ നമ്മുടെ ഡ്യൂട്ടി എന്താണ്? ഈ കരാർ ചെയ്തു മറന്നുപോയ ഈ കരാറിനെ അതിന്റെ അധികാരികളെ കണ്ട് ഓർമ്മപ്പെടുത്തുന്നവരിലൂടെ അത് പുതുക്കുക എന്നുള്ളതാണ്. ആ ഡ്യൂട്ടി നിർവഹിക്കുന്നവരാണ് 1.25 ലക്ഷം പ്രവാചകന്മാർ. റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ശേഷം ഇനി ഒരു പ്രവാചകൻ വരില്ല. ഹബീബായ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വ്യക്തമായി സർവ്വമാനവ കുലത്തിലേക്ക്, സർവ്വ പ്രപഞ്ചത്തിലേക്കുമുള്ള പ്രവാചകനാണ്. മുൻകഴിഞ്ഞ പ്രവാചകന്മാർ ഒരു ഗോത്രത്തിലേക്കോ ഒരു വിഭാഗത്തിലേക്കോ അല്ലെങ്കിൽ ഇസ്രായേൽ സമൂഹത്തിലേക്കോ പിന്നെ അന്താക്കിയ നാട്ടിലേക്കോ ഒക്കെ ഉള്ള പ്രവാചകന്മാരായിരുന്നു. റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ലോകൈക ലോകങ്ങളിലേക്കുള്ള പ്രവാചകനാണ്, വിശ്വപ്രവാചകനാണ്, വിശ്വവിമോചകനാണ്. അപ്പൊ ഈ അന്ത്യനാൾ വരെ ഈ പ്രവാചകത്വത്തിന്റെ ഡ്യൂട്ടി നിർവഹിക്കാനുള്ള ഇനി ഒരു പ്രവാചകൻ വരില്ല. അതുകൊണ്ടാണ് ഭൂലോകം തന്നെ കരഞ്ഞു പോയത് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ ലോക യാത്രയായപ്പോൾ. ആ സമയത്ത് അള്ളാഹു സമാധാനിപ്പിച്ചു. ഇനി ഞങ്ങൾക്കൊരു പ്രവാചകനില്ലല്ലോ എന്ന് പറഞ്ഞപ്പോൾ പ്രവാചകന്റെ ഡ്യൂട്ടി നിർവഹിക്കുന്നവരായ, ഇഷ്ടദാസന്മാരായ, എന്റെ മുഹിബ്ബീങ്ങളായ, ഞാൻ കയ്യും കാലുമൊക്കെ ആയി മാറുന്ന ഒരു വിഭാഗത്തെ കൊണ്ട് ഞാൻ ഈ ഭൂമിയെ നിറക്കുമെന്ന് പടച്ച റബ്ബ് സമാധാനിപ്പിച്ചു. റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് ഇപ്രകാരം നമുക്ക് പറഞ്ഞു, എനിക്ക് ശേഷം ഇസ്രായേലിൻ സമൂഹത്തിന് നേതൃത്വം കൊടുത്ത് പ്രവാചകരാണെങ്കിൽ, ഒരു പ്രവാചകനെ വിയോഗശേഷം മറ്റൊരു പ്രവാചകർ വരുമെങ്കിൽ എനിക്ക് ശേഷം ഇനി ഒരു പ്രവാചകൻ വരാനില്ല. പക്ഷേ എന്റെ ശേഷം എന്റെ ദൗത്യം നിർവഹിക്കുന്ന എന്റെ പ്രാതിനിധ്യമുള്ള പ്രതിനിധികൾ ധാരാളം മുരുകം ചെയ്യും. ഈ പ്രഖ്യാപനം കേട്ട അനുചരന്മാരായ സഹാബി വൃന്ദം ചോദിച്ചു, അത്തരം പ്രതിനിധികളുമായി ഞങ്ങൾ ഇടപഴകേണ്ടത് എങ്ങനെയാണ്? എന്താണ് ഞങ്ങളോട് കൽപ്പിക്കുന്നത് അവിടുന്ന്? അവർ പറഞ്ഞു, അവരിൽ നിന്ന് ആരെ നിങ്ങൾ കണ്ടുമുട്ടിയോ അല്ലെ, എന്നോട് നിങ്ങൾ ചെയ്തതുപോലെ അവരോട് നിങ്ങൾ കരാറ് ചെയ്യണം, അല്ലെ, ബൈഅത്ത് ചെയ്യണം, പുതുക്കണം. ഏത് കരാറ്? അള്ളാഹുമായി ആത്മാവിന്റെ ലോകത്ത് വെച്ച്, ഉമ്മയുടെ ഗർഭപാത്രത്തിലൂടെ 3-ാം വീടായ ഭൂലോകത്ത് വെച്ച് നമ്മൾ മറന്നുപോയ കരാർ. ആ കരാർ, ആ എന്റെ പ്രതിനിധികളിൽ ആരെ നിങ്ങൾ കണ്ടുമുട്ടുന്നു അവരിലൂടെ നിങ്ങൾ ആ കരാർ പുതുക്കിയിരിക്കണം. ആ കരാർ പുതുക്കി നൽകാനുള്ള പ്രതിനിധികൾ ധാരാളം വരും, എല്ലാ നാടുകളിലും വരും. അപ്പോ എന്റെ ഈ ശബ്ദം ശ്രവിക്കുന്ന എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരോട്, സ്നേഹിതന്മാരോട്, സഹൃദയരോട്, സഹോദരിമാരോട് സ്നേഹത്തിന്റെ ഭാഷയിൽ എനിക്ക് പറയാനുള്ളത്, ആ പരിശുദ്ധമായ സവിശേഷ സൃഷ്ടിയായ ദൈവവുമായി കരാർ ചെയ്തു വന്ന, നമ്മുടെ അള്ളാഹുമായി ഉടമ്പടി ചെയ്ത പരിശുദ്ധമായ അള്ളാഹുമായി ദൈവത്തിന്റെ അസ്തിത്വത്തിൽ, പരിശുദ്ധ തൗഹീദിൽ, കലിമയുടെ അസ്തിത്വത്തിൽ കരാർ ചെയ്ത നമ്മുടെ ആത്മാവ് ഇന്ന് നിലകൊള്ളുന്ന നമ്മുടെ ശരീരത്തിൽ ആ ആത്മാവ് നിലകൊള്ളുമ്പോൾ, പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ശേഷം നൂറ്റാണ്ടുകൾ പിന്നിട്ടു അല്ലെ, ഈ ഇന്ന് നിലകൊള്ളുന്ന നമ്മൾ അത്തരം നമ്മുടെ ആത്മാവ് ചെയ്തു മറന്നുപോയ അങ്ങനെ ഒരു കരാറിനെ കുറിച്ചോ, ആ കരാർ പുതുക്കേണ്ട ആവശ്യകതയെ കുറിച്ചോ, ആ കരാർ പുതുക്കാൻ വേണ്ടി നാം ചെയ്യേണ്ട മാർഗങ്ങളെ കുറിച്ചോ നാം ചിന്തിച്ചിട്ടുണ്ടോ? ഇല്ലെങ്കിൽ അത്തരം ഒരു അനിവാര്യമായ നമ്മുടെ ജീവിത ലക്ഷ്യത്തിന്റെയും, നമ്മുടെ ജീവിതവും മരണവും മരണാനന്തര ജീവിതവും
സൃഷ്ടിപ്പിന്റെ ലക്ഷ്യത്തിന്റെ പൂർണ്ണമായ സഫലീകരണം നമുക്ക് സാധ്യമാവാൻ അത്തരം ഒരു നമ്മുടെ ലക്ഷ്യ സാക്ഷാത്കാരത്തിന് അനിവാര്യമായ ഈ കരാർ പുതുക്കലിനെ കുറിച്ചും അതിന്റെ പ്രായോഗിക രീതിയെക്കുറിച്ചും അതിന്റെ പൂർണ്ണമായ സാധ്യതകളെ കുറിച്ചും പ്രമാണബന്ധിതമായും വളരെ വസ്തുനിഷ്ഠമായും നമുക്ക് സംസാരിക്കേണ്ടതുണ്ട്. ഇൻഷാ അല്ലാഹ് വരുന്ന സംഭാഷണങ്ങളിൽ നമുക്ക് അതിന്റെ പ്രാധാന്യത്തെക്കുറിച്ചും അതിന്റെ രീതിയെക്കുറിച്ചും ചർച്ച ചെയ്യാം. നാഥൻ